ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോവുകയാണ്. എന്താണെന്നല്ലേ, അഡീനിയം പ്ലാന്റ്സ് കണ്ടില്ലേ, പൂത്തിട്ടുണ്ട് കേട്ടോ, പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനെന്താ അത്ര വലിയ പ്രത്യേകത, അഡീനിയം പ്ലാന്റ്സ് പൂവിടില്ലേ എന്ന്. ഓക്കെ, അതൊക്കെ ശരിയാണ്, അഡീനിയം പ്ലാന്റ്സ് പൂവിടും. പക്ഷേ ഈ അഡീനിയം പ്ലാന്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. കണ്ടില്ലേ ഇതിൻ്റെ കോഡക്സ് ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കോഡക്സ് എവിടെ പോയി? അപ്പോൾ അതറിയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അഡീനിയം പ്ലാന്റിൻ്റെ കോഡക്സ് എവിടെ പോയി. അപ്പോൾ ഇതറിയണമെങ്കിൽ ഞാൻ 1-2 മാസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മുടെ അഡീനിയം പ്ലാന്റിൻ്റെ കോഡക്സ് ചീഞ്ഞു പോയി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ കെയർ ചെയ്തെടുത്തതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ മനസ്സിലാവും അഡീനിയം പ്ലാന്റ്സിൻ്റെ കോഡക്സിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ സംരക്ഷിച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് പ്ലാന്റ്. കോഡക്സ് റെഡി ആയിട്ടില്ല, പക്ഷേ പ്ലാന്റ് കണ്ടില്ലേ, ചെടി നോക്കിയാൽ നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. കോഡക്സ് ചീഞ്ഞ് പോയപ്പോൾ വളരെ വിഷമമായിരുന്നു കേട്ടോ. കാരണം ആദ്യമായിട്ട് വീട്ടിൽ വാങ്ങിച്ച് വെച്ച അഡീനിയം പ്ലാന്റാണ്. അപ്പോൾ അതിനിങ്ങനെ ചീത്തയായി പോയപ്പോൾ വളരെ വിഷമമായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ നമ്മൾ കെയർ ചെയ്ത് ഇത്രത്തോളമൊക്കെ എത്തിച്ചിട്ടുണ്ട്. കോഡക്സ് ചീഞ്ഞു പോയാൽ നാം എന്ത് ചെയ്യണമെന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി ഒന്ന് കാണാം. അഡീനിയം പ്ലാന്റ്സ് അഥവാ ഡെസേർട്ട് റോസ്, അവയുടെ പരിചരണം വളരെ എളുപ്പമാണ്. അധികം വളവും വേണ്ട. അങ്ങനെ നമുക്ക് മടിയന്മാർക്കൊക്കെ പറ്റിയൊരു ചെടിയാണ് ഈ അഡീനിയം പ്ലാന്റ്സ്. ഈ കാണുന്നതാണ് വൈറ്റ് അഡീനിയം പ്ലാന്റ് ആണ്. അതിന് വിത്തൊക്കെ ആയിട്ടുണ്ട്. പച്ച കളറിലായിട്ടിരിക്കുന്ന വിത്തായിട്ടുള്ളൂ. ഇനി അതൊക്കെ ഉണങ്ങി വന്ന് നമ്മൾ വിത്ത് പാവിയിട്ടാണ് പ്ലാന്റ്സ് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ വിത്ത് പാവിയിട്ടാണ് പ്ലാന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കോഡക്സ് വളരെ വലിപ്പം വെക്കും. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെയാണ് പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ കോഡക്സ് വണ്ണം വയ്ക്കാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചീഞ്ഞ് പോയിട്ടും രക്ഷപ്പെടുത്തി ഇത്രത്തോളം എത്തിച്ച നമ്മുടെ അഡീനിയം പ്ലാന്റാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, സിംഗിൾ പെറ്റലാണ്. ഇതാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്. പൂക്കളൊക്കെ നോക്കി എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു പ്രത്യേക തരമാണ്. പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ആദ്യമായിട്ട് വാങ്ങിച്ച് വെച്ച പ്ലാന്റാണ്. അതിനുശേഷമാണ് നമ്മൾ ഒരുപാട് വാങ്ങിച്ചതും പിടിപ്പിച്ചതും വിത്ത് പാവി നട്ടുണ്ടാക്കിയതൊക്കെ. പിന്നെ ഡബിൾ പെറ്റലാണ് പിന്നെ കൂടുതലായിട്ട് വാങ്ങിക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിതിനോട് പ്രത്യേക ഒരു തരം ഇഷ്ടമാണ്. കാരണം ഇത് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയൊക്കെ വാങ്ങിച്ചേക്കണത്. അപ്പോൾ ഇത് നശിച്ചു പോയപ്പോൾ കോഡക്സിന് ചീച്ചിൽ കണ്ടപ്പോൾ വളരെ വിഷമമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇനിയിപ്പം ഇത് ചെയ്യില്ലാന്ന് വിശ്വസിക്കണം. സെറ്റായി പിടിച്ച് വന്നോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ.